പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മൂഴിയാറിൽ നിന്ന് ഗവിയിലേക്ക് പോകുന്ന റൂട്ടിലാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായി, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനായി, അല്ലെങ്കിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന അതിഥികൾ നമ്മുടെ ഈ വനമേഖലയിൽ ഉണ്ട് എന്ന് നമുക്ക് നേരത്തെ അറിയാം. പക്ഷെ നമ്മൾ അങ്ങനെ ഉള്ള അതിഥികളെ തേടിയുള്ള യാത്രയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആനയാണോ, കടുവയാണോ, സിംഹമാണോ, പുലിയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വ്യത്യസ്തരെ തേടിയുള്ള യാത്രയാണ്. നമ്മളെന്തായാലും വ്യത്യസ്തരെ തേടിയുള്ള യാത്രയിൽ നമ്മൾ വഴി മധ്യേ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെന്തായാലും ഇനി സമയം കളയുന്നില്ല. നമ്മുടെ അടുത്തായിരിക്കണം, ഘോര നിബിഡമായ വനമാണിത്. നമുക്ക് എന്തായാലും സമയം കളയാതെ നമ്മൾ അതിഥിയെ തേടി അതിഥിയുടെ അടുത്തേക്ക് യാത്രയാണ്. എന്തായാലും നമ്മുടെ യാത്ര നമ്മുടെ മൂഴിയാറിൽ നിന്ന് ഗവിയിലേക്കുള്ള യാത്ര മധ്യത്തിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ സൂര്യപ്രകാശം വളരെ ഇതായിട്ട് മാത്രമാണ്, വളരെ കുറച്ചിട്ട് നമുക്ക് കാണാം. കാരണം നല്ല തെങ്ങിയ മരങ്ങളാണ്, അടിക്കാടും എവർഗീൻ ഫോറസ്റ്റാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഈ കാണുന്ന മേഖലയൊക്കെ അപ്പോൾ നമ്മളിവിടെ ഒത്തിരി രാജവമ്പയുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ ആനകൾ നമുക്ക് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ആനയുടെ പിണ്ടം ഒക്കെ നമുക്ക് കാണാൻ നല്ല ഇന്നലത്തെയൊന്നുമല്ല, ഒരാഴ്ചയൊക്കെ പഴക്കമുള്ള ആനപ്പിണ്ടമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ മറ്റ് നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ പന്നിയും കാട്ടുപോത്തും മ്ലാവും ഒക്കെ സഞ്ചരിച്ച പാടുകൾ, കാലിൻ്റെ പാടും അതുപോലെ കാട്ടുപോത്തിൻ്റെ മോശം ചാണകമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ചിലപ്പോൾ രാജവമ്പലം ഒത്തിരി ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒത്തിരി രാജവമ്പലയുടെ ഒരു മേഖലയാണ്. പക്ഷേ നമ്മളുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ പോകുന്ന വഴി കാണണമെന്ന് നിർബന്ധമില്ല. എന്തായാലും നമുക്ക് നോക്കാം. വേറെ ഏതെങ്കിലും ഒരു അത്യപൂർവ ഇനം വല്ല പക്ഷികളോ, അതുപോലെ കരിങ്കുരങ്ങ്, അതുപോലെ സിംഹവാലൻ കുരങ്ങ്, അങ്ങനെ ഒത്തിരി വ്യത്യസ്തം. അതുപോലെ തന്നെ ഈനാമ്പാച്ചി എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നോക്കാം, നമ്മുടെ വഴി മധ്യേ നമുക്ക് ആരെയെങ്കിലും കാണാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഗവിയിലേക്കുള്ള യാത്രാ മധ്യേ ഇവിടെയൊക്കെ കാട്ടുപോത്തൊക്കെ ഇറങ്ങി രാവിലെ ഈ ചപ്പൊക്കെ ചവിട്ടി നശിപ്പിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാട്ടുപോത്തിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ രാവിലെ ഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹം അതിൻ്റെ ചാണം ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് നല്ല സൈസുള്ള ഒരു 3-4 വയസ്സെങ്കിലും പ്രായമുള്ളൊരു കാട്ടുപോത്തായിരിക്കണം. നല്ല ഒത്തിരി മോശം നന്നായിട്ട് കൂടുതൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞു കാട്ടുപോത്തൊന്നുമല്ല, ഒരു 6 വയസ്സെങ്കിലും പ്രായമുള്ള ഒരു കാട്ടുപോത്തായിരിക്കണം എന്ന് നമുക്ക് തോന്നുന്നു എൻ്റെ ഈ മോശം കണ്ടിട്ട് ഒത്തിരി നന്നായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ സാറിന് ഇന്നിപ്പോൾ നമുക്ക് വേറെ പ്രത്യേകമുള്ളത് സാധാരണ കുളയട്ട ലീച്ചുണ്ടാവും. ഇന്ന് അതില്ല, അല്ലെങ്കിൽ തോട്ടപ്പൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. പക്ഷേ ഇന്ന് അതില്ല. ഇന്നിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് അതിൻ്റെ സാന്നിധ്യം കാണുന്നില്ല. നമുക്കിപ്പോൾ കാലിലൊക്കെ പിടിച്ച് ദേഹത്തൊക്കെ കയറേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഇനി സമയങ്ങൾ ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ കുറച്ച് റോഡിലേക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാട്ടുപോത്തിനെയോ ആനയോ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും കാണാൻ കഴിയും. നമുക്ക് സമയം കളയേണ്ട. നമ്മുടെ പ്രേക്ഷകർക്ക് ചുമ്മാ പിണ്ടവും തൊലിയൊന്നും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആനിമൽസിനെ തന്നെ കാണിക്കണ്ടേ, ആനിമൽസിനെ തന്നെ പരിചയപ്പെടുത്തണ്ടേ. നമുക്ക് എന്തായാലും സമയം കളയേണ്ട. നമുക്കിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് അതിഥി എവിടെ ഇരിക്കുന്നു, അത് എവിടെ നിൽക്കുന്നു നമുക്ക് നോക്കാം. അങ്ങോട്ട് യാത്ര.
എന്തായാലും നമ്മുടെ യാത്രാ മധ്യേ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതിന് മുന്നേ ഞങ്ങൾ പല പ്രാവശ്യം വന്നപ്പോഴത്തേക്കൊക്കെ ഒത്തിരി ആനയുടെയും കാട്ടുപോത്തിനെ ആനയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എപ്പോഴും ആനിമൽസ് ഈ നല്ല വെറിയായിരുന്നാൽ പോലും അല്ലെങ്കിൽ മഴ കുറഞ്ഞ സമയത്തായിരുന്നാലും ഒക്കെ ആനിമൽസിനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും സമയം കളയണ്ട, ആ ഉള്ളിലേക്ക് ഒത്തിരി കുറച്ചുള്ളിലേക്ക് നടക്കണം. നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് നടന്ന് നോക്കാം. ഒത്തിരി ഇവിടെയാണെങ്കിൽ കാണുന്നിടത്ത് ഒത്തിരി രാജവെമ്പാലയൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടു എന്നൊക്കെ അവരൊക്കെ പറയുന്നുണ്ട്. ഇന്ന് രാവിലെയും ആന ക്രോസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും സമയം കളയണ്ട, നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനല്ലേ പരിചയപ്പെടാനല്ലേ ക്യാമറ കണ്ണിലേക്ക് വരാനായിരിക്കുന്ന അതിഥികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് എന്തായാലും ആ സ്ഥലത്തേക്കൊന്ന് പോകാം. എന്തായാലും നമ്മുടെ യാത്ര എൻ്റെ കണക്കൂട്ട് തെറ്റിയില്ല. കാരണം എന്നാലും പെട്ടെന്ന് ഇന്നത്തെ ആനപ്പിണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇത് നോക്കൂ, ഒരാഴ്ചക്കകത്ത് പഴക്കമുള്ള ആനപ്പിണ്ടാണത്. അപ്പോൾ ഇവിടെ ആളുകൾ ഇവിടെ അതിഥികൾ എപ്പോഴും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരാഴ്ച കഴിയുള്ളൂ. എന്നത് മഴയില്ലാത്തതുകൊണ്ട് വെറിയായിട്ട് പോലും ഇത്തിരി നനവ് ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പഴയതല്ല, പുതിയതാണ്. പിന്നെ ഇതിന് വേറെ പ്രത്യേകത, ഈ ആനപ്പിണ്ടം ഒരുപാട് കിടക്കുന്ന സ്ഥലത്ത് കാട്ടുകോഴികളുടെ സാന്നിധ്യമാണ്. കാരണം ഈ ആനപ്പിണ്ടത്തിനകത്ത് ഒട്ടേ പുഴു ഉണ്ടാവും. ഈ വരയും പുഴുവൊക്കെ ഉണ്ടാകുമ്പോൾ ഇവയെ കൊത്തി കഴിക്കാൻ വേണ്ടി ഭക്ഷിക്കാനായി നമ്മുടെ കാട്ടുകോഴിയും ഒക്കെ അതിൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കാണാറുണ്ടേ, വരയുണ്ട് ഇവിടെ, നമുക്ക് വരയെ കാണാം, ഇത് കഴിക്കുന്നു. അപ്പോൾ ഈ ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് പരസ്പര പൂരകം എന്ന് പറയും പോലെ ഇവർ ഇപ്പോൾ ആനപ്പിണ്ടമാണെങ്കിൽ ആനപ്പിണ്ടത്തിലേക്ക് പുഴു ഉണ്ടാകുമ്പോൾ അത് കാട്ടുകോഴി തിന്നുന്നു. അതുപോലെ കാട്ടുപോത്തിൻ്റെ പിണ്ടാകുമ്പോൾ അതിന് മോഷണമാകുമ്പോൾ അതിന് പുഴു ഉണ്ടാകുന്നു, അപ്പോൾ അത് കാട്ടുകോഴി തിന്നുന്നു. അപ്പോൾ ഇവയൊക്കെ ഈ പരിസരത്തൊക്കെ നമുക്കിപ്പോൾ ശ്രദ്ധിച്ചറിയാം. കാട്ടുകോഴി ഓടിപ്പോകുന്നതിൻ്റെ ഇടയിൽ സഞ്ചരിച്ച് പോകുന്നൊരു ചപ്പിനകത്തുനിന്ന് പോകുമ്പോൾ ഓടിപ്പോകുന്ന സൗണ്ട് നമുക്ക് ചെറുതായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനി സമയമുണ്ട്, നമുക്ക് നോക്കാം ഈ അകത്തേക്ക് നമ്മളെ ഇന്നെങ്ങാനും വന്ന അതിഥികളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സമയങ്ങളിൽ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. നമുക്ക് കാണാം, ഈ ചെറിയ കാണുന്ന വഴിയിൽ കൂടി ഏതൊക്കെ കൊച്ചുമൃഗങ്ങൾ, അതെനിക്ക് പന്നിയോ അല്ലെങ്കിൽ മ്ലാവോ അങ്ങനെ എന്തോ സാധനം സഞ്ചരിച്ച് പോയി നമുക്ക് കാണാൻ കഴിയും.